السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിനശരിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇംറാനിലെ 122 വചനത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പ്രഭാതത്തിൽ കുടുംബത്തിൽ നിന്നും പ്രവാചകൻ പുറപ്പെടുന്നു. മുഅ്മിനീങ്ങൾക്ക് താവളങ്ങൾ ഒരുക്കുന്നതിനായിട്ട്, യുദ്ധത്തിനായി. സന്ദർഭം ഉഹദ് യുദ്ധമാണ്. അല്ലാഹു തആല എല്ലാം നല്ലതുപോലെ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് മനസ്സിലാക്കി തരുമ്പോൾ അല്ലാഹു തആല നൽകുന്ന നിർദ്ദേശമനുസരിച്ച് തൻ്റെ അനുചരന്മാരെ യുദ്ധസന്നദ്ധരായി രണാങ്കണത്തിൽ നിർത്തുന്നതിനായിട്ട് പ്രവാചകൻ പോകുന്ന രംഗമാണ്. ബദർ യുദ്ധം കഴിഞ്ഞു. ഉഹദ് യുദ്ധത്തിൻ്റെ സമയം, അത് സംബന്ധമായിട്ട് ഹസ്രത്ത് ഖലീഫത്തുള്ള നൽകുന്ന വിശദീകരണം നമുക്ക് നോക്കാം. ഉഹദ്, ഈ ഉഹദിൽ എ ഡിഫറൻറ്റ് സ്റ്റോറി വാസ് അൺഫോൾഡഡ്. ബദറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് തുറക്കപ്പെടുന്നത്, ഒരു സംഭവമാണ് തുറക്കപ്പെടുന്നത്. ബദറും ഉഹദും. ഉഹദിൽ ബദറിൽ നിന്ന് തികച്ചും ഭിന്നമായ ഒരു കഥ തുറക്കപ്പെടുകയാണ്. അക്കമ്പനീഡ് വിത്ത് ദ മെക്കൻസ്, ഈ മക്കാരോടൊപ്പം പിന്തുടർന്നു വന്നത് ഓൾസോ ഫെറോഷ്യസ് വുമൺ, ഈ ആർദ്രമായ ഭയങ്കരമായ നിലയിൽ പ്രതികാരദാഹികളായ സ്ത്രീകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കാരണം അവരുടെ പല പുരുഷന്മാരും ബദർ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയിരുന്നു. അതിനോടുള്ള പ്രതികാരം ചെയ്യുന്നതിനായിട്ട് സ്ത്രീകൾ ഉൾപ്പെടെയാണ് അവിടേക്ക് കടന്നു വരുന്നത്. ഫെറോഷ്യസ് വുമൻ ഹു വെയർ ഹെൽ ബെൻറ്റ് ടു ടേക്ക് റിവെഞ്ച് ഓൺ ദ മുസ്ലിംസ്, മുസ്ലിങ്ങളുടെ മേൽ പ്രതികാര നടപടികൾ എടുക്കുവാൻ, പിന്മാറുവാൻ അവർ തയ്യാറല്ല. അവർ പ്രതികാരം വീട്ടിയെ അടങ്ങൂ എന്ന നിലയിൽ നിൽക്കുന്ന സ്ത്രീകൾ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഇൻ ദിസ് വാർ ഇറ്റ് സെൽഫ്, ഈ യുദ്ധത്തിൽ വെച്ചാണ് ദാറ്റ് ഹിന്ദ് കിൽഡ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീ വധിക്കുന്നതും. ദ ബിലവഡ് പെറ്റേണൽ അങ്കിൾ ഓഫ് ദ പ്രോഫറ്റ്, പ്രവാചക പ്രഭു ആയ പിതൃതുല്യനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഈ യുദ്ധത്തിൽ വധിക്കുന്നുണ്ട്. ആൻഡ് ടുക്ക് ഇമ്മൻസ് പ്ലഷർ ഇൻ ഫീഡിങ് ഹെർസെൽഫ് വിത്ത് ഹിസ് ലിവർ, അദ്ദേഹത്തിൻ്റെ കരൾ എടുത്ത് തിന്നാസ്വദിക്കുന്ന നിലയിലായിരുന്നു. ചവച്ചു തുപ്പി കളഞ്ഞു എന്ന് പറയുന്നതിനർത്ഥം ആ കരൾ എടുത്ത് തിന്നുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തിയ ഹിന്ദ് എന്ന് പറയുന്ന സ്ത്രീയും ഈ യുദ്ധത്തിൽ ഉണ്ടായിരുന്നു. മോറോവർ ദ പ്രോഫറ്റ് ഓഫ് അല്ലാഹ് ഗോട്ട് ഹർട്ട്, മാത്രമല്ല അള്ളാഹുവിൻ്റെ ദൂതൻ ഗോട്ട് ഹർട്ട് ഇൻ ഹിസ് ഹെഡ്, അദ്ദേഹത്തിൻ്റെ തലയിൽ മുറിവ് പറ്റിയ സംഭവം. And two of his front teeth were cut off,
അദ്ദേഹത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന 2 പല്ല് കൊഴിഞ്ഞു പോയി, ഇടിച്ചു പൊളിച്ചു. ബൈ ദ സോഴ്സ് ഓഫ് ദ എനിമീസ്. അത് ശത്രുവിൻ്റെ വാളുകൊണ്ടാണ് ആ പല്ല് ഇളകിപ്പോയത്. ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് ഉഹദ് യുദ്ധത്തിലാണ്. ഈവൻ ദോ ദ മുസ്ലിംസ് വെർ സ്റ്റിൽ സ്മാൾ ഇൻ നമ്പർ. ഈ സന്ദർഭത്തിലും മുസ്ലിങ്ങളുടെ എണ്ണസംഖ്യ കുറവായിരുന്നെങ്കിലും കമ്പയർഡ് ടു ദ ഇൻഫിഡൽസ്, സത്യനിഷേധികളുടെ സംഖ്യയും മുസ്ലിങ്ങളുടെ സംഖ്യയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെങ്കിലും yet they had their eyes feasted on the collection of booties. അവർക്ക് ഈ എണ്ണത്തിൽ കുറവായ ആളുകളാണ് എങ്കിലും they had their eyes, അവരുടെ കണ്ണുകൾ എന്തിലേക്ക് പോയെന്നാണ്? ഫീസ്റ്റഡ് ഓൺ ദ കളക്ഷൻ ഓഫ് ബൂട്ടീസ് ഓഫ് വാർ. യുദ്ധമുതലുകൾ ശേഖരിക്കുന്നതിന് ഉള്ള വെപ്രാളത്തിലായിരുന്നു അനേകം ആളുകളും. ആഫ്റ്റർ ദെയർ പ്രോസ്പെക്റ്റീവ് വിക്ടറി, ഉണ്ടാകാൻ പോകുന്ന വിജയത്തിന് മുൻപ് തന്നെ അവർ ഈ യുദ്ധമുതൽ കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞു. They were so sure of their victory. അവർക്ക് വിജയമുണ്ടാകുമെന്നുള്ളത് അവർക്ക് വളരെ വലിയ ഉറപ്പായിരുന്നു വിശ്വാസികൾക്ക്. That they bypassed the strict orders of the prophet to remain posted. അങ്ങനെ അവർ വിജയം ഉറപ്പാണ് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് പ്രവാചകൻ നൽകിയ ആ ഉത്തരവുകളെ അവർ മറികടന്നു. അവർ ദേ ബൈപ്പാസ്ഡ്, അവർ ഒഴിഞ്ഞു മാറി ദ സ്ട്രിക്റ്റ് ഓർഡേഴ്സ് ഓഫ് ദ പ്രോഫറ്റ്, പ്രവാചകൻ്റെ കൽപ്പനകളെ അവർ ഒരു പരിധിവരെ അവഗണിച്ചു എന്ന് പറയുന്നതാണ് ശരി. ടു റിമെയിൻ പോസ്റ്റഡ്, നിങ്ങളിവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തിരുന്നവരിൽ നിന്നും വേർ ഹി ഇൻസ്ട്രക്റ്റഡ് ദം ടു, അവർ അതിൽ നിന്നും മാറി ഈ സാധനങ്ങൾ അവർ ഉപേക്ഷിച്ച് പോയ, മക്കക്കാർ ഉപേക്ഷിച്ച് പോയി എന്ന് കരുതിയ മുതൽ പറക്കുന്നതിലേക്ക് ആളുകൾ പ്രവാചകൻ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നതിന് പകരം അത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, എന്നാൽ ദൗർഭാഗ്യവശാൽ, ദ ഇൻഫിഡൽസ് ഡിവൈസ്ഡ് എ പ്ലാൻ. ഈ സത്യനിഷേധികൾ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ടു മേക്ക് ബിലീവ് ദറ്റ് ദേ വർ റീട്രീഡിങ്, നമ്മൾ ഈ യുദ്ധക്കളം ഉപേക്ഷിച്ച് പോവുകയാണ് എന്ന് വിശ്വാസികളെ ധരിപ്പിക്കുന്നതിനുള്ള ഒരു പ്ലാൻ അവർ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ യുദ്ധക്കളത്തിൽ നിന്നും ഇതാ മക്കക്കാർ പിന്തിരിഞ്ഞോടി അവർ പോയിരിക്കുന്നു എന്ന് ഇവരെ വിശ്വസിപ്പിക്കണം. ആ നിലയിലുള്ള ഒരു പദ്ധതി, എ പ്ലാൻ ടു മേക്ക് ബിലീവ്, വിശ്വസിപ്പിക്കുവാനുള്ള ഒരു പദ്ധതി ഡിവൈസ്ഡ്, അവർ ആസൂത്രണം ചെയ്തു. ദാറ്റ് ദേ വർ റിട്രീഡിങ് whereas they were reinforcing their plans to attack the Muslims. എന്നാൽ ആ പിന്തിരിഞ്ഞു പോക്ക് ഇവരെ ഇപ്രകാരം ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു. എന്നിട്ട് മുസ്ലിങ്ങളെ കൂടുതൽ ശക്തമായ നിലയിൽ ആക്രമിക്കുവാനുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. The latter, especially the ones whom the prophet posted. അങ്ങനെ ഈ പ്രവാചകൻ നിശ്ചയിച്ചിരുന്ന ആളുകൾ അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിൽ, ഈ മല അടിവാരം, ഈ മല വലിയ കുന്നുമുണ്ട്, ഉഹദ് മല എന്ന് പറയുന്ന വലിയ കുന്നുമുണ്ട്, അതിൻ്റെ താഴെ ചെറിയ കുന്നുകളുമുണ്ട്. അങ്ങനെ ഈ ചെറിയ കുന്നുകളുടെ മുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ പോസ്റ്റ് ചെയ്തിരുന്നത്. ഓഫ് ദ ഹിൽ വിച്ച് സെർവ്ഡ് ആസ് എ ഫോർട്രസ് ഫോർ ദ മുസ്ലിംസ്. അത് ഒരു കോട്ട പോലെ അങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന നിലയിൽ മക്കക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാനും ആളുകൾ കൂടുതലുണ്ടു എന്ന് മനസ്സിലാക്കിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് മലയുടെ അടിവാരത്തുണ്ടായിരുന്ന ചെറിയ മലയുടെ മുകളിൽ ഇവരെ നിർത്തിയിരുന്നത്, നിങ്ങൾ അവിടെ നിന്ന് മാറരുതെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ സീയിങ് ദ റിട്രീറ്റ് ഓഫ് ദ മെക്കൻസ്, അങ്ങനെ അവർ ആ ചെറിയ കുന്നിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഈ മക്കക്കാരെല്ലാം അവിടുന്ന് തിരിച്ചു പോകുന്നു അതായിട്ടാണ് അവർ കാണുന്നത്. വേർ സോ ഷുവർ ഓഫ് ദെയർ വിക്ടറി, അങ്ങനെ വിജയിച്ചു,
മുസ്ലിം സൈന്യം വിജയിച്ചു, മക്കക്കാരെല്ലാം ഇതാ മടങ്ങിപ്പോകുന്നു എന്ന് ആ ചെറിയ കുന്നിൻ്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോൾ അവർ കാണുന്നു. അങ്ങനെയാണ് ദാറ്റ് ദേ അബൻഡൻ ദെയർ പോസ്റ്റ്സ്. അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. പ്രവാചകൻ പറഞ്ഞു, ഞാൻ പറയുന്നത് വരെ അവിടെ നിന്ന് മാറരുത്. പക്ഷേ അവരവിടെ നിന്ന് നോക്കിയപ്പോൾ മക്കക്കാർ തിരിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ദേ അബൻഡൻ ദെയർ പോസ്റ്റ്സ്, നിശ്ചിത സ്ഥലത്തെ അവർ ഉപേക്ഷിച്ചു. അറ്റ് ദ ഫുഡ് ഓഫ് ദ ഹിൽ, ആ വലിയ മലയുടെ അടിഭാഗത്തുണ്ടായിരുന്ന ചെറിയ മലയുടെ മുകളിൽ നിർത്തിയിരുന്ന അവർ ആ സ്ഥലം ഉപേക്ഷിച്ചു. ആൻഡ് അപ്പോൺ സീയിങ് ദിസ് ഓപ്പർച്യൂണിറ്റി, ഈ അവസരം മുതലാക്കിക്കൊണ്ട്, ഈ അവസരം സത്യനിഷേധികൾ മനസ്സിലാക്കിയിട്ട് ദ ഇൻഫിഡൽസ് റിട്ടേൺ, അവർ തിരികെ വന്നു. അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നവർ അവർ തിരികെ വന്നു. അവർ അവിടം വിട്ടു പോയപ്പോൾ കുന്നിൻ്റെ മുകളിൽ നിന്നും വിത്ത് ഫുൾ ഫോഴ്സ്, പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയും ആൻഡ് ഗെയിൻഡ് ആക്സസ്, അങ്ങനെ അവർക്കൊരു ഇടവഴി കിട്ടി ടു എ നൗ വൾണറബിൾ, എളുപ്പത്തിൽ ആക്രമിക്കുവാൻ പറ്റിയ ആൻഡ് ഡിസോർഗനൈസ്ഡ് മുസ്ലിം ആർമി, ക്രമമില്ലാതായി പോയ മുസ്ലിം സൈന്യത്തെ ആക്രമിക്കുന്നതിന് എളുപ്പത്തിൽ ആക്രമിക്കാൻ പറ്റിയ ഒരു പാത അവിടെ തുറന്നു കിട്ടി ഇവരവിടെ നിന്ന് മാറിയതിലൂടെ. അതുകൊണ്ട് പെട്ടെന്ന് പിന്നീട് വന്ന് അവർ കിടന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഈവൻ ദോ ദ ഇൻഫിഡൽസ് ഡിഡ് നോട്ട് ഹാവ് ഫുൾ വിക്ടറി ഇൻ ദിസ് ബാറ്റിൽ, ഈ യുദ്ധത്തിൽ പൂർണ്ണമായ വിജയം ഈ സത്യനിഷേധികൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും, വേർ ദേ ഹാഡ് ടു റിട്രീറ്റ്, അവർ പിൻവാങ്ങിയിരുന്നു. നോട്ട് ബീയിങ് ഏബിൾ ടു റിബ് ദ മുസ്ലിങ്ങളെ ടു പീസസ് ലൈക്ക് ദേ വുഡ് ഹാവ് ലൈക്ഡ്, അവർ ഉദ്ദേശിച്ച നിലയിൽ മുസ്ലിം സൈന്യത്തെ പിച്ച് ചീന്തിക്കളയുവാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർക്കൊരു വിജയം അതിലൂടെ അവിടെ ലഭിച്ചു. യെറ്റ് ദിസ് ബാറ്റിൽ പ്രൂവ്, ഈ യുദ്ധം തെളിയിക്കുന്നത് ടു ബി വെരി ബിറ്റർ ഫോർ ദ മുസ്ലിംസ്, മുസ്ലിങ്ങൾക്ക് വളരെ കൈപ്പേറിയ അനുഭവങ്ങളാണ് ഉണ്ടായത്. ഫോർ ത്രൂ ദെയർ ഡിസൊബീഡിയൻസ്, അവർ അനുസരണക്കേട് കാണിച്ചതിലൂടെ, ദ ബാറ്റിൽ വിച്ച് ദേ വെയർ സോ ഷുവർ ടു വിൻ ഗോട്ട് ഫ്രസ്ട്രേറ്റഡ്, ജയിക്കേണ്ട യുദ്ധം പരാജയപ്പെട്ടു പോയി. അതിലുള്ള അവരുടെ മോഹഭംഗം മറച്ചു വയ്ക്കാവതല്ല. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യാതെ വന്നതിൻ്റെ പേരിൽ മനഃപൂർവ്വം ചെയ്തതല്ല അവർ, പക്ഷേ അവരുടെ ഭാഗത്ത് നിന്നും വന്ന ഒരു പിഴവ് ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു മുസ്ലിം സൈന്യത്തിന്. അപ്പോൾ ഈ രണ്ട് യുദ്ധങ്ങൾ നമ്മൾ ഓരോ വിശ്വാസിയും അവരുടെ മനസ്സിലുണ്ടായിരിക്കണം. ബദർ വിജയിച്ചതെങ്ങനെയാണെന്നും ഉഹദ് പരാജയപ്പെട്ടതെങ്ങനെയാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രവാചകൻ പറയുന്ന കാര്യങ്ങളനുസരിച്ച് നമ്മൾ നീങ്ങുകയാണെങ്കിൽ, അതിൽ അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ, അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വിജയമുണ്ടാകുമെന്നും, ഇനി ആ വാക്കുകളെ തെറ്റിക്കുകയാണെങ്കിൽ അതിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഒരു പാഠം ഖിയാമത്ത് നാൾ വരെ ലോകത്തിൻ്റെ മുമ്പാകെ സത്യവിശ്വാസികൾക്ക് പകർന്നു നൽകുകയാണ് ഈ വചനങ്ങളിലൂടെ നൽകുന്നത്. അപ്പോൾ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകത, അപ്രകാരം ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ വീഴ്ചയ്ക്ക് പറ്റുന്ന വില കൊടുക്കേണ്ടി വരുന്നതും കൂടി അത് നമ്മളിവിടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ദിസ് വേഴ്സ് ഈസ് എ ഹാർഷ് ലെസൺ ഫോർ മുസ്ലിംസ്. മുസ്ലിങ്ങൾക്ക് ഇത് കർക്കശമായ ഒരു പാഠമാണ്. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കി വെക്കേണ്ട ഒരു പാഠം ഈ വചനത്തിലുണ്ട്. ടു നെവർ ഗോ അഗൻസ്റ്റ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ പ്രോഫറ്റ് ഓഫ് അള്ളാഹ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കെതിരായിട്ട് പോകരുത് എന്നുള്ള വളരെ കർക്കശമായ ഒരു ഉപദേശം കൽപ്പനയാണ് ഈ വചനം പുറപ്പെടുവിക്കുന്നത്. ഇഫ് ദേ ഹാഡ് ഒബെയ്ഡ് ദ പ്രോഫറ്റ്സ്, പ്രവാചകൻ പറഞ്ഞതിനെ അവരനുസരിച്ചിരുന്നു എങ്കിൽ, ആൻഡ് പുട്ട് ദെയർ ട്രസ്റ്റ് ഇൻ അല്ലാഹ്, അള്ളാഹുവിൽ അവർ പരിപൂർണമായിട്ട് ഭരമേൽപ്പിച്ചിരുന്നു എങ്കിൽ, ഇൻസ്റ്റെഡ് ഓഫ് ക്രൈങ് വിക്ടറി ടു സൂൺ, വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അവരുടെ ആ വിളികൾക്ക് പകരം, ആൻഡ് സേവറിങ് ദ മൊമെൻറ്റ്സ് ഓഫ് ബൂട്ടി കളക്ട്സ്, എന്നിട്ട് അവർക്ക് ഇഷ്ടം വരുന്ന
യുദ്ധമുതലുകൾ ശേഖരിക്കാനായിട്ട് ഇറങ്ങിപ്പോകുന്നതിന് പകരം ദേ വുഡ് ഹാവ് ബീൻ വിക്ടോറിയസ് ഇൻ ദിസ് ബാറ്റിൽ. അങ്ങനെ ചെയ്യാതിരുന്നു എങ്കിൽ അവർക്ക് ഈ യുദ്ധം വിജയിക്കുവാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചിരുന്നു എങ്കിൽ, അള്ളാഹുവിൽ പരിപൂർണമായിട്ട് ഭരമേൽപ്പിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ യുദ്ധമുതലിനോടുള്ള ആ ആഗ്രഹം അതിയായ നിലയിൽ അവരിലേക്ക് കടന്നു വന്നില്ലായിരുന്നു എങ്കിൽ അവർ ഈ യുദ്ധം വിജയിക്കുമായിരുന്നു. They would have been victorious in this battle. Therefore the battle of Uhud proves, ആയതിനാൽ ഉഹുദ് യുദ്ധം തെളിയിക്കുന്നത് to be a lesson, അത് നൽകുന്നത് ഒരു പാഠമാണ്. Not to follow and repeat for the Muslims in all phases of their lives. മുസ്ലിങ്ങളുടെ ജീവിതത്തിലുടനീളം ഈ പാഠങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നോട്ട് ടു ഫോളോ, അതായത് ഈ കിട്ടിയ പാഠം അനുസരിച്ച് നമുക്ക് തോന്നുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് നിങ്ങളുടെ ജീവിതം പരാജയപ്പെടുത്തി കളയരുത്. ബി ഇറ്റ് അഗൻസ്റ്റ് ദെയർ പേഴ്സണൽ എനിമീസ് ഓർ ദ എനിമീസ് ഓഫ് ഇസ്ലാം ആസ് എ ഹോൾ. വ്യക്തിപരമായിട്ടുള്ള ശത്രുവിൻ്റെ അടുത്തായാലും ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ അടുത്തായാലും പ്രവാചകൻ നൽകുന്ന ഈ പാഠങ്ങളും ഉപദേശങ്ങളും നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ശത്രുവിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവൻ എത്ര ഇതായാലും, ഒരു ചെറിയ പഴുതാരയല്ലേ അല്ലെങ്കിൽ ഒരു ചെറിയ തേളല്ലേ, ഇതൊന്നും കടിച്ചെന്ന് വിചാരിച്ചാൽ നമുക്കൊരു വിഷയമില്ല എന്ന നിലയിൽ അതിനെ നമ്മൾ നിസ്സാരമായി കാണുന്നു. പലരും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് തങ്ങളുടെ ശത്രുവിനെ വേണ്ടതുപോലെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതും അതുകൊണ്ടും അവരുടെ മുമ്പിൽ നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകുന്നു. വളരെ നിതാന്ത ജാഗ്രതയോടുകൂടിയായിരിക്കണം മനുഷ്യജീവിതം. അങ്ങനെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ആയിരിക്കണം പ്രത്യേകിച്ചൊരു സത്യവിശ്വാസി ഈ വിശുദ്ധ ഗ്രന്ഥം കയ്യിലുള്ളിടത്തോളം, വിശുദ്ധ പ്രവാചകൻ്റെ മാതൃക കയ്യിലുള്ളിടത്തോളം കാലം നമ്മൾ പരാജയപ്പെടുന്നുവെങ്കിൽ കാരണം നമ്മൾ വിശ്വാസികളായില്ല എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എനിമി ഷുഡ് നെവർ ബി അണ്ടർ എസ്റ്റിമേറ്റഡ്. ഒരിക്കലും ശത്രുവിനെ കുറച്ച് കാണരുത്. നമുക്കെതിരായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, അവർ പ്രവർത്തിച്ച് തുടങ്ങുകയാണെങ്കിൽ, അവരുടെ സ്വരം മാറുകയാണെങ്കിൽ നമുക്കൊരു ജാഗ്രത ആ കാര്യത്തിലുണ്ടായിരിക്കണം. ആര് തന്നെ ആയാലും ശരി തന്നെ, സ്വരം മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് ജാഗ്രത ഉണ്ടായിരിക്കണം. ആ ശത്രുവിനെ നേരിടുന്നതിന് പര്യാപ്തമായ കരുക്കൾ നമ്മൾ സംഭരിച്ചിരിക്കണം. നിങ്ങൾ അലസരായി നിന്നു കൊടുക്കരുത്. ഇവിടെ ഇഹലോകത്തിലുള്ള അവർ ഉപേക്ഷിച്ച് പോയ എന്തോ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകൻ പറഞ്ഞതിൽ നിന്ന് അവർ ഇറങ്ങിപ്പോയത്. അവർ പർപ്പസായിട്ട് ചെയ്തതല്ല. അപ്പോൾ അത്രത്തോളം ജാഗ്രത കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. എനിമീസ് ഷുഡ് നെവർ ബി അണ്ടർ എസ്റ്റിമേറ്റഡ്. അതുകൊണ്ട് ശത്രുവിനെ നിങ്ങൾ വില കുറച്ച് കാണരുത്. ദേ ഷുഡ് ബി കെപ്റ്റ് അണ്ടർ വൺസ് ഐസ്. തീർച്ചയായിട്ടും ഓരോരുത്തരും തൻ്റെ ശത്രുവിൻ്റെ മേൽ ഒരു കണ്ണ് വെച്ചോണം. എസ്പെഷ്യലി വെൻ ദോസ് എനിമീസ് ആർ അഗൻസ്റ്റ് അല്ലാഹ് ആൻഡ് ഹിസ് മെസ്സഞ്ചർ. വിശിഷ്യ അള്ളാഹുവിനും അവൻ്റെ ദൂതനും എതിരായിട്ട് നിൽക്കുന്നു. ആലോചിച്ച് നോക്കിക്കേ, അല്ലാഹു തആല അവൻ നിയോഗിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്ത് ഒരു വിളക്കാക്കിയിട്ടുണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ വിളക്ക് നബിയുടെ വഫാത്തോടു കൂടി അണയുന്നതല്ല, ഖിയാമത്ത് നാൾ വരെ നിന്ന് പ്രകാശിക്കുന്ന വിളക്കാണ്. ആ വിളക്ക് പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല അവൻ്റെ ദൂതന്മാരെ നിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള സത്യാത്മാക്കളിലൂടെയാണ് ആ പ്രകാശത്തെ ജ്വലിപ്പിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതും. അങ്ങനെ പ്രകാശിപ്പിച്ച് വരുന്ന ആ പ്രകാശമാണ് നമുക്ക് ഈ അറിവ്, ഈ ഇരുട്ട് നീക്കി അറിവ് പകർന്നു തരുന്നത്. ആ പ്രകാശം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറല്ല എങ്കിൽ, നമ്മൾ പഴയ ഇരുട്ടിനകത്ത് തന്നെ നമ്മൾ കിടക്കുക ആണെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലുമൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് അങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്ന് നമ്മൾ കരുതുന്നു. ഇല്ല, അള്ളാഹു തആല കത്തിച്ചു വച്ചിരിക്കുന്ന ഈ പ്രകാശം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനുചരന്മാരിലൂടെ, ആ അനുചരന്മാരിൽ നിന്ന് നിയോഗിക്കപ്പെടുന്ന അത്യുത്തമരായ പ്രവാചകന്മാരിലൂടെ
ഈ പ്രകാശം ലോകത്ത് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യ ഹൃദയങ്ങളിൽ അത് വെളിച്ചം പകരുന്നതാണ്. ഈ വെളിച്ചത്തിലൂടെ നടക്കുവാൻ തയ്യാറുള്ളവർക്ക് ഇഹലോകത്തും പരലോകത്തും ദേ ആർ ബ്ലസ്ഡ്, അവർ അനുഗ്രഹീതർ തന്നെയായിരിക്കും. ആൻഡ് അഡമൻ ടു ഫിനിഷ് ഇസ്ലാം. അപ്പം ഈ ശത്രുവിനെ നമ്മൾ ഇസ്ലാമിനെ നശിപ്പിച്ച് തകർക്കാം എന്നുള്ള ധാരണയിലാണ് അവരുടെ പരുഷമായ വാക്കുകളും പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഒരു മുനീർ അഹമ്മദ് അസീം വന്നു എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് അയാൾ കള്ളനാ എന്നും പറഞ്ഞിരിക്കുന്ന എത്ര ആളുകളാണുള്ളത്. ഏതെല്ലാം രീതിയിലുള്ള പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഒന്നും അറിയാൻ വയ്യാതെ കണ്ട് എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആൻഡ് അഡമൻ ടു ഫിനിഷ് ഇസ്ലാം ആൻഡ് ക്രിയേറ്റ് ഡിസോർഡർ ആൻഡ് പ്രോബ്ലംസ് ഫോർ ദ മുസ്ലിംസ്. മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ അംഗീകരിക്കാത്തവരെ, അള്ളാഹുവിൻ്റെ ആ വെളിച്ചത്തെ സ്വീകരിക്കാത്തവരെ നമ്മൾ ഒന്ന് കരുതിയിരിക്കണമെന്നേ നമ്മളോട് പറയുന്നുള്ളൂ. നിങ്ങൾ അവരുടെ മുമ്പിൽ കടന്നു കൊടുക്കരുത് അവരുടെ ഇന്ന് അടി വാങ്ങിക്കാൻ. ഇനി പറയുന്നതനുസരിച്ച് കേൾക്കുന്നില്ല എന്നെങ്കിൽ അവരുടെ ഇന്ന് അടി കിട്ടുക തന്നെ ചെയ്യും. അള്ളാഹു തആല അതിനുള്ള ബുദ്ധിയും ശക്തിയും കഴിവും തന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇൻ ഈച്ച് മുസ്ലിംസ് ലൈഫ്, ഓരോ മുസ്ലിമിൻ്റെയും ജീവിതം, ദർ ഈസ് ആൾവേസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ബാറ്റിൽ ഓഫ് ബദർ ആൻഡ് ഉഹദ്. നമ്മൾ ബദറിലും ഉഹദിലും പങ്കെടുത്തവരാണ് എന്ന് ഓരോ മുസ്ലിമും കരുതണം. അപ്പം ഞാൻ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും കൽപ്പനകൾ പരിപൂർണമായി അനുസരിക്കുന്നവരാണ് എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഓരോ മുസ്ലിമിനും ഉണ്ടായിരിക്കും. നമ്മളതനുസരിച്ച് ഏത് ബദറിൽ എന്താ ചെയ്യുന്നത്? പിന്നെ ഉഹദ് യുദ്ധത്തിലെ ജാഗ്രത, നമുക്ക് അവിടെ വന്ന കുഴപ്പം, അത് നമ്മുടെ മുൻഗാമികൾക്ക് സംഭവിച്ച ആ ചെറിയ പിഴവ് നമുക്കുണ്ടാകാതിരിക്കുവാനുള്ള വലിയ പാഠം അതിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുകയാണ്. ആ പ്രകാശം നിങ്ങളിലേക്ക് വരണം. ശത്രുവിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കരുത് എന്ന് നിതാന്ത ജാഗ്രതയോടുകൂടി ആയിരിക്കണം. ഇറ്റ് ഈസ് അപ് ടു ദ ട്രൂ ബിലീവർ, ഒരു യഥാർത്ഥമായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ടു മേക്ക് ഹിസ് ലൈഫ് സക്സസ്ഫുൾ, അവൻ്റെ ജീവിതം വിജയപ്രദമാക്കണം. ഒരു യഥാർത്ഥമായ വിശ്വാസി, ഇറ്റ് ഈസ് അപ് ടു ദ ട്രൂ ബിലീവർ, ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിക്ഷിപ്തമാണ് ടു മേക്ക് ഹിസ് ലൈഫ് സക്സസ്ഫുൾ, അവൻ്റെ ജീവിതം വിജയപ്രദമാക്കണം. ആസ് ദാറ്റ് ഓഫ് ദ ബാറ്റിൽ ഓഫ് ബദർ, ബദർ യുദ്ധം വിജയിച്ചതുപോലെ അവൻ വിജയിക്കണം ജീവിതത്തിൽ. ആൻഡ് ടു ഷൻ ഡിഫീറ്റ് റെപ്രസെൻറ്റഡ് ബൈ ദ ബാറ്റിൽ ഓഫ് ഉഹദ്, അതുപോലെ ആൻഡ് ടു ഷൻ അകന്ന് നിൽക്കണം. ഡിഫീറ്റ് തോൽവിയിൽ നിന്ന്, തോൽവി ഉണ്ടാകാതെ അകന്ന് നിൽക്കണം. റെപ്രസെൻറ്റഡ് ബൈ ദ ബാറ്റിൽ ഓഫ് ഉഹദ്, ഉഹദ് യുദ്ധത്തിൽ സംഭവിച്ചതുപോലുള്ള അപാകതകൾ വന്ന് നിങ്ങൾ പരാജയപ്പെടരുത്. ഇതൊരു വിശ്വാസിയുടെ കടമയാണ്. ആൻഡ് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലെസൺ, ഒരു പാഠം എന്ന് പറയുന്നത്, ടു ലേൺ ഈസ് ദാറ്റ് നെവർ ടു ഗോ എഗൻസ്റ്റ് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് അല്ലാഹ് ആൻഡ് ഹിസ് മെസ്സഞ്ചർ. അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, അതിനെതിരായിട്ട് നമ്മൾ നീങ്ങരുത്. ഫോർ ഇറ്റ് ഈസ് ആൻ ഒബീസിയൻസ് ടു അല്ലാഹ് ആൻഡ് ഹിസ് പ്രോഫറ്റ്സ്, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുക. ദാറ്റ് ദർ ലൈ ദ സാൽവേഷൻ, അവിടെയാണ് നമ്മുടെ മോക്ഷം കുടികൊള്ളുന്നത്. ആൻഡ് വിക്ടറി ഓഫ് ദ ബിലീവേഴ്സ്, വിശ്വാസികളുടെ വിജയവും കുടികൊള്ളുന്നത് അവിടെയാണ്. അപ്പോൾ ഈ വിജയം കരസ്ഥമാക്കുന്നതിന് ബദർ യുദ്ധത്തിൽ അള്ളാഹുവിന് വേണ്ടി പടവെട്ടിയ, ഉഹദ് യുദ്ധത്തിലും അങ്ങനെ തന്നെ അണിനിരന്നു എങ്കിലും വന്ന ചെറിയ ഒരു പാളിച്ചയിൽ സംഭവിച്ച വലിയ നഷ്ടം, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. രണ്ടും ഗുണപാഠങ്ങളായിട്ട് ഓരോ മുസ്ലിമിൻ്റെയും വ്യക്തി ജീവിതത്തിൽ ബദറിലും ഉഹദിലും പങ്കെടുത്ത് അനുഭവ സിദ്ധിയുള്ള ആളുകളാണ് നമ്മൾ എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ഈ യാത്ര അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കും പ്രവാചകൻ്റെ ചര്യകൾക്കും അനുസൃതമായിട്ടാണെങ്കിൽ ഐഹിക പാരത്രിക ലോക ജീവിതം ഉറപ്പ്. അങ്ങനെയുള്ള ഒരു വിജയം
നമ്മൾ ആർജിച്ചിരിക്കണം, അത് നമ്മൾ നേടിയിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, മൻ അമ്മറൽ അർള ഫഹുവ അഹഖു ബിഹാ. പലരും വസ്തുവകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. മൻ അമ്മറൽ അർള, ആരാണോ ഭൂമിയെ സജീവമാക്കുന്നത്, ജീവസുറ്റതാക്കുന്നത്, ഫലഭൂയിഷ്ടമുള്ള വൃക്ഷങ്ങളും മറ്റും വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് ആദായം ലഭിക്കുന്ന നിലയിലാക്കുന്നത്, അവനാണ് അതിൻ്റെ അർഹൻ. അല്ലാതെ കുറേ വസ്തുവകൾ വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് യാതൊരു പ്രയോജനവുമില്ലാത്ത നിലയിൽ അതിൽ വളരെ വലിയ സമ്പത്ത് മനുഷ്യ ജീവിതത്തിന്, മൃഗങ്ങളുടെ ജീവിതത്തിന്, പക്ഷികളുടെ ജീവിതത്തിന് എല്ലാം സമ്പത്തും അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത് ഈ ഭൂമിയിലാണ്. അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി നമുക്ക് ഒരു 2 സെൻറ്റേ ഉള്ളെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ 5 സെൻറ്റേ ഉള്ളെന്നിരിക്കട്ടെ, അതിനെ ഡെഡായിട്ട് ഇടുകയാണെങ്കിൽ ഇടുന്നവർ ആ ശിക്ഷയ്ക്ക് അർഹരാണ്. അതിനെ നിങ്ങൾ ജീവിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അത് ജീവിപ്പിക്കുന്നതിനുള്ള ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കുക, അവരത് ജീവിപ്പിക്കട്ടെ. അത് മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആഹാരമായിട്ടും താവളമായിട്ടും ജീവിത സൗകര്യമായിട്ടും വരേണ്ടതാണ്. പലരും ഇന്ന് വസ്തുവകളൊക്കെ വാങ്ങിച്ചിടുന്നു, ലക്ഷക്കണക്കിന് രൂപ മുടക്കി, പക്ഷേ അതെല്ലാം ഡെഡായിട്ട് അവിടെ കിടക്കുകയാണ്. അവരുടെ ജീവിതകാലത്ത് അവർക്കും പ്രയോജനം വരുന്നില്ല, മറ്റാർക്കും ഒരു പ്രയോജനമൊട്ട് വരുത്തുന്നുമില്ല. കാര്യമായിട്ട് ചിന്തിക്കേണ്ടതാണ് സത്യവിശ്വാസികളെന്ന് പറയുന്നത്. അവൻ്റെ സമസ്ത ജീവിതവും താൻ എന്താണ് 24 മണിക്കൂർ അല്ലാഹു നമുക്ക് നൽകുമ്പോൾ താൻ എന്താണ് ആ 24 മണിക്കൂറിൽ പ്രവർത്തിച്ചത് എന്നറിയണം. നല്ലതുപോലെ തിന്ന് സുഖമായിട്ടൊന്ന് കുളിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക പകൽ സമയങ്ങളിൽ. എന്നിട്ട് ജീവിതത്തിൽ നേട്ടങ്ങളില്ല എന്ന് പറയുക, ഞാൻ അങ്ങനെ ആയിപ്പോയി എന്ന് പറയുക. ഇതൊക്കെ ഒരു സത്യവിശ്വാസിയും ഈ ഉപദേശങ്ങൾ ഇത് കിട്ടുന്നതനുസരിച്ചുള്ള പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ ഇതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഉണരുക. ഈ നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച് ഏറ്റവും വലിയ സന്ദേശം അല്ലാഹുവിൽ നിന്ന് കിട്ടിയത് അതാണ്. എറൈസ്, നിങ്ങളൊന്ന് എഴുന്നേൽക്ക്, നിങ്ങളൊന്ന് ഉണര്. ക്രിയേറ്റ് എ ന്യൂ വേൾഡ്, ഒരു പുതിയ ലോകം നിങ്ങളിൽ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുക. എന്നാലല്ലേ നിങ്ങളുടെ ഭാര്യയിലോ മക്കളിലോ നിങ്ങളുടെ സമ്പത്തിലോ ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് പുതിയ ലോകം സൃഷ്ടിക്കാൻ കഴിയണം. അങ്ങനെയുള്ള വലിയ ചിന്തയും പ്രവർത്തനങ്ങളും സമന്വയിപ്പിക്കുന്ന, മാനവകുലത്തിന് സേവനം ചെയ്യുന്ന ഒരു കാരുണ്യത്തിൻ്റെ ഉറവിടമായ പ്രവാചക പ്രഭുവിൻ്റെ അനുചരവൃന്ദമാണവർ എന്ന് നോക്കിക്കണ്ട് പറയണം. അതിന് പര്യാപ്തമായ നിലയിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. അത് നെഞ്ചകത്തെ ഹൃദയത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥവും ആ വിശുദ്ധ പ്രവാചകൻ്റെ ചര്യയും നിലനിൽക്കുമെങ്കിൽ നമ്മൾ ലോകത്തും വിജയിക്കും. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ അടുത്ത പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി നമ്മൾ സംസാരിക്കും. ജസാക്കുമുല്ലാഹി അഹ്സൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം.